ഇങ്ങോട്ടൊന്ന് വന്നേ. മതി ഉറങ്ങിയത്, ഇങ്ങ് വന്നേ. വന്നേ. എന്തോന്ന് നോക്കി, ഇത് നോക്ക്. എന്താ ബീട്രൂട്ട് അരിഞ്ഞാ? ഇത് നോക്ക്, അരിയുടെ നിറം കണ്ടോ? അരി കഴുകിയ വെള്ളമാ ഇത്. ഇന്നലെ വെച്ച കുത്തരിയാ? ആ, അത് കുത്തരി അല്ലല്ലോ, ഇപ്പൊ സാധാരണ അരി ഏതാണ്ടുവാ. കളർ ഇങ്ങനെയൊക്കെ. ഈ വിഷമാണല്ലോ മനുഷ്യൻ കഴിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് വൃത്തിയായി നില്ല്. എവിടെ പോവാനല്ല, നിക്ക്, ഇച്ചിരി പണിയുണ്ട്. നീ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴി വൃത്തിയാക്കി. ഇതോ അതും വേണം, എടുത്തിട്ട് വാ. നമസ്കാരം, എൻ്റെ പേര് തങ്കം. ഞങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ പേര് പ്രമുഖൻ ക്ലീറ്റസ് എന്നാണ്. അദ്ദേഹം പ്രമുഖനായ ഒരു പൊതുപ്രവർത്തകനാണ്. ഞങ്ങൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഗ്രീൻ റൈസ് അരി മേടിച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് എന്തോന്ന് തങ്കം ഇത്? ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു തന്നല്ലേ? ഒന്ന് ഓർമ്മയോട് കൂടി അത് പറയും. ആ എഴുതുന്ന പേപ്പറോടെ അതെടുത്ത് ഒന്നുകൂടെ വേണേ വായിച്ചു നോക്കും. എനിക്ക് ഓർമ്മയുണ്ട്. തെറ്റിക്കല്ലോ ഉമ്മ കൊച്ചിനോട് പടി പറയും. നിസ്സാര ഒരു സാധനം പറയാൻ പറ്റില്ലെന്ന് പറയാൻ ഒരു പൊതുപ്രവർത്തകന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. ഓർമ്മയുണ്ടല്ലോ, തെറ്റിക്കരുത്. കൃത്യമായിട്ട് എന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് അതിന്റെ ഒരു ഇതിൽ പറയണേ ആൾക്കാർ. റെഡിയാണല്ലോ, തുടങ്ങാൻ പോവാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തങ്കം എന്നാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് പ്രമുഖൻ ക്ലീറ്റസ്. അദ്ദേഹം പ്രമുഖനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞങ്ങൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഗ്രീൻ റൈസ് അരി മേടിച്ചു. ഇന്ന് രാവിലെ ചോറ് വെക്കാൻ വേണ്ടി അരി കഴുകിയപ്പോൾ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഈച്ചടിച്ചിരിപ്പല്ലേ പരിപാടി. ഇപ്പൊ സാധാരണ മഴ എങ്ങനെ വന്നാൽ പിന്നെ അപ്പൊ വിളി തുടങ്ങും. ഫോണെടുത്ത് മാറ്റിയപ്പോഴും എന്റെ പണി. ഇപ്പൊ പിന്നെ ഫോണെടുത്ത് മാറ്റി വയ്ക്കേണ്ടായിരുന്നില്ല. ആരും വിളിയില്ല. അതെന്താന്ന് മനസ്സിലായി എനിക്ക്. എന്തുകൊണ്ടാ ഈ ഫോൺ എല്ലാരുടെ കയ്യിലും ഇങ്ങനത്തെ ഒരു സാധനം ഉള്ളൂ. അതിനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, നീ എന്താ പറയണത്? എനിക്ക് ഇതിനെ പറ്റി അറിയാഞ്ഞിട്ടാ. ഇങ്ങനത്തെ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യം നമ്മളിങ്ങനെ അറിയാം. ഇപ്പൊ തന്നെ നോക്കി, ഈ ഇടുക്കിയിൽ നടക്കുന്ന കംപ്ലീറ്റ് സംഭവ വികാസങ്ങളും ലൈവായിട്ട് വന്നോണ്ടിരിക്കുക. അവിടുത്തെ ജനറേറ്ററൊക്കെ അടിച്ചു പോയി എന്നുള്ളത് നാട്ടുകാർക്ക് അറിയാം. എന്റെ മാതിരി പൊട്ടന്മാരല്ലല്ലോ ഓല്. അപ്പൊ പിന്നെ ഓല് ഇങ്ങോട്ട് വിളിക്കുവോ? എന്താ എന്റെ ഒരു ധാരണ? ഈ ഫോൺ ഇങ്ങോട്ട് വന്നേരെ പിന്നെയുള്ള ഒരു വിഷയം എനിക്ക് ആരൊക്കെ പട്ടിണി. ഇപ്പൊ ടോർച്ച് വേണോ? വേണ്ട. വാച്ച് വേണോ? വാച്ച് വേണ്ട. ഇപ്പൊ നമുക്ക് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ക്യാമറ വേണോ? വേണ്ട. ഇത് മതി. ഒക്കെ പോട്ടെ, പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ഒരു വർഗീയ കലാപം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാ ഇതിന് നടക്കും. എങ്ങനെയാന്നോ, നമ്മളെന്തെങ്കിലും ഒരു കമന്റ് ഇടുക, ഫേസ്ബുക്കിൽ കയറി ഏതെങ്കിലും പൊട്ടന്മാർ അത് കയറി പിടിച്ചിട്ട് ഓലാണ്ട് പണി തുടങ്ങിക്കോളൂ. ഈ ചുരുക്കി പറഞ്ഞ സകല പണിയും ഇതിനകത്താണ് നടക്കും. ഭക്ഷണം കഴിക്കണ എന്തിനാ? അതിനും തന്നെ പണിയെടുക്കും. അരിയിൽ നിന്നും ഒരു തരത്തിലുള്ള ചുവന്ന ഇത് തങ്കല്ലേ? നോക്ക് നീ, തങ്കത്തിന്റെ വീഡിയോല്ലേ? എല്ലാം പിടിച്ചു. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം. അരി കഴുകി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് സാധാരണ അരി ആയിരുന്നുവെന്നും കുത്തരിയുടെ നിറം കലർത്തിയ മറ്റെന്തോ നിറം അതിൽ കലർത്തിയിട്ടുണ്ടെന്നും മനസ്സിലായി. ഇത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം. മോനെ, ഇത് വൈറലാവും കേട്ടോ. ഇത് വൈറലാവും. മാക്സിമം ഷെയർ ചെയ്ത് വേണ്ട. ഞാൻ വായിച്ചിട്ട് കാര്യമുണ്ടോ? ഇതിപ്പോ ലോകം മുഴുവൻ കണ്ടില്ലേ? 68,000 ആളട്ടെ ഇപ്പൊ തന്നെ കണ്ട്. 5,000 ലൈക്കട്ടായി. ഇത് മൊത്തം വൈറലായി. ബുദ്ധിയാ അവളെ കെട്ടിയോണ്ട. ഫോണല്ലാണ്ട് ഇമ്മാതിരി പണി വേറെ കാണിക്കില്ല കേട്ടോ.
ഹലോ അതെ ക്ലീറ്റസ് ആണ്. അതെ എൻ്റെ ഭാര്യ തന്നെയാണ് ആള്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങളൊക്കെ അവള് ചെയ്യുന്നത്. എന്നെ മാതൃകയാക്കി ജീവിക്കുന്നവളാണല്ലോ. അയ്യോ, അഭിനന്ദനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയല്ലേ. ഫോണ് ഇപ്പോൾ റെസ്റ്റ് ഇല്ല. പിന്നെ ചാനലുകാരെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുക ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. ഓ ഇല്ലില്ല, നാളെ വരുമോ? വന്നോളൂ. പിന്നെന്താ, അഭിനന്ദിക്കാം. നാളെ വരാന്ന്. ശരി ശരി ശരി, ഓക്കെ എന്നാ. ഓക്കെ. ഇത് ആരും അറിയാമോ? ഇതേ കനകം വന്നിട്ട് ഇത് എവിടെയായിരുന്നു ഇത്ര നേരം? എന്തോരം നേരെ നോക്കിക്കണ്. മഴയല്ലേ, ഒരു സ്ഥലത്ത് ലൈൻ കിട്ടുമ്പോ അടുത്ത സ്ഥലത്ത് പോകും. പിന്നെ മനുഷ്യരെ എനിക്ക് അറിയാൻ പറ്റാത്ത ചോദിക്കണം. നിനക്ക് കുഴപ്പം? നിനക്കൊക്കെ എന്താ കുഴപ്പമൊന്ന്? എന്ത് കുഴപ്പമൊന്നും? എന്താ നിനക്ക് പ്രശ്നം? ഞാൻ അറിഞ്ഞു. നിങ്ങൾ വൈറലായ കാര്യം ഞാൻ അറിഞ്ഞു. എന്താടേ, അനീതി കണ്ടാ പിന്നെ പ്രതികരിക്കണ്ടേ? ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഇടേ, അനീതിക്കെതിരെ പ്രതികരിക്കാൻ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും നല്ല സംഭവം. എടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ പരാതി കൊടുക്കണം. അല്ലാതെ നേരെ സോഷ്യൽ മീഡിയ കയറി പോസ്റ്റ് ചെയ്യാനല്ലേ വേണ്ടത്. വലിയ പ്രശ്നവും പണി പാലും വെള്ളത്തിൽ കിട്ടുവേ. പാലും വെള്ളം വെച്ച് ഞങ്ങളങ്ങ് കുടിച്ചോളാം. ഇങ്ങനെ അസൂയ പിടിച്ചെടുത്താൻ. എടാ, ഞങ്ങളെ ഈ വീഡിയോ ഉണ്ടല്ലോ, ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കണ്ടേക്കണത്. ഇനിയിപ്പോ ബാക്കിയുള്ള ആളുകൾ കണ്ടു കഴിയുമ്പോ യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്ക് കുറെ പൈസ കിട്ടും. അതാണ് ഉദ്ദേശം. അങ്ങനെ സമ്മാനിക്കാനുള്ള തീരുമാനമാണ്. ആണെന്ന് വെച്ചോ. നിനക്ക് അക്കൗണ്ട് ഉണ്ടോ? എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഇവർക്ക് സൊസൈറ്റിയിൽ അക്കൗണ്ട് ഉണ്ട്. അതല്ല, യൂട്യൂബിൽ അക്കൗണ്ട് ഉണ്ടോ? യൂട്യൂബിൽ ഞങ്ങൾ അക്കൗണ്ട് തുടങ്ങുമല്ലോ. ഈടാ മണ്ട കുണപ്പാ, യൂട്യൂബിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് വല്ല എമൗണ്ട് വരുള്ളൂ ഇങ്ങോട്ട്. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്. അത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. മാത്രമല്ല, എവളുണ്ടല്ലോ ഇപ്പോ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്റ്റാർ ആണ്. അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരട്ടെ, എവളെ ഞാൻ ഇവിടെ ഇലക്ഷൻ നേരത്തെ ഇവളെ മെമ്പർ ആക്കൂലേ? ഇലക്ഷൻ നേരത്തെ എവളെ ഞാൻ മെമ്പർ ആക്കുന്നു. ആരോട് ചോദിച്ചിട്ട്? ഞാൻ ആരോട് ചോദിക്കണം? ഞാൻ സമ്മതിക്കില്ല. അല്ല, അത് സമ്മതിക്കാതിരിക്കാൻ നീ ആരുടെ? ഇതെന്റെ പെങ്ങളാ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവളെ കല്യാണം കഴിച്ചല്ലോ. ഇപ്പൊ അവളെന്റെ ഭാര്യയാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞോണ്ട് പെങ്ങളെന്നുള്ളതൊക്കെ കഴിഞ്ഞു. ഈ പെങ്ങള് പെങ്ങളൊന്നും പറയലേ ഉള്ളൂ. നിനക്ക് പെങ്ങളോട് സ്നേഹമില്ല. മണ്ടത്തരം. ഈ ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ ഇതൊക്കെ ചെയ്യണ്ടല്ലോ. അപ്പൊ നമ്മളെ കഴിയുമ്പോ മാത്രം എന്താ മണ്ടത്തരാവണ്? ഇത് വലിയ അപകടത്തിലാണ് പോകുന്നത്. നിങ്ങള് അപകടം പറഞ്ഞാൽ ഞങ്ങൾ സഹിച്ചോളാം. എടാ, നിന്റെ മനസ്സിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. നമ്മൾ എന്ന് ഇവന്റെ കാൽ കീഴിൽ ഇങ്ങനെ ഇവിടെ കിടക്കണം, എന്നിട്ട് ഇവൻ ഇങ്ങനെ നമ്മളെ ചവിട്ടി അരഞ്ഞ് ചാപ്പിളിയാക്കി ഇവിടെ ഒട്ടിച്ചിടണം. അതല്ലടാ നിന്റെ മനസ്സിരിക്കണത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിന്റെ പേര് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് കരഞ്ഞു വന്ന അപ്പോഴായിരിക്കുന്നത്. അതെ, ഇനിയിപ്പോ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ കുറെ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ പേരിന് വേണ്ടിയെങ്കിലും വന്ന് ചിരിച്ച് സന്തോഷിക്കണേ. സന്തോഷിച്ചാ മതി. അത് കണ്ടാ മതി. എനിക്ക് ഏട്ടന് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ പറഞ്ഞാൽ മനസ്സിലാവാത്ത ആളുകളോട് വായിട്ടലക്കാൻ. ഈ വെള്ളച്ചമന്തി, നീ ഉണ്ടല്ലോ, നീയാണ് അസൂയയുടെ ഉറവിടം. ഇവന് ഇച്ചിരിയെങ്കിലും നന്മ ഉണ്ടായിരുന്നു, ഇവളെ കൂടെ കൂടി അതും പോയി. പിന്നെ അസൂയപ്പെടാൻ എന്താ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചാ? ഞങ്ങളെ സംബന്ധിച്ചത് ലോട്ടറിയാ. ഇങ്ങനെ അസൂയ പിടിച്ച വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്ക് അറിയാം എന്താന്ന് നിന്റെ മനസ്സിലിരിപ്പ്. അനുഭവിക്കാൻ പറ്റും. വീണ്ടും മഴ പെയ്യും. നല്ല മഴക്കുണ്ടല്ലേ ഏട്ടാ? ആ വീഡിയോ ആരാണ്ടൊക്കെ കണ്ടെന്ന് പറഞ്ഞിട്ടേ എന്തൊരു അഹങ്കാരമാ രണ്ടുപേർക്കും. അവർക്ക് ആരാണ്ടൊക്കെ ഇന്ന് കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? ഇതൊന്ന് നോക്കിക്കേ. നോക്ക്. നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ അടുത്തുള്ളൊരു ജ്വല്ലറി, വിസ്മയ ജ്വല്ലറിന്ന് എൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന 5 പവൻ്റെ മാലയാണ്. ഈ മാല ഞാൻ മേടിച്ചു. എന്നിട്ട് 2-3 ദിവസം ഇതിട്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇവിടെയുള്ള ഭാഗത്തൊക്കെ ഒരു വെളുത്ത കളറ് വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് ചെമ്പ് കളർന്നാണ്. അപ്പോൾ നമ്മളൊക്കെ അവർ പറ്റിക്കുവാണ്. അപ്പോൾ ഇതെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വാട്സാപ്പിലേക്ക് അയക്കുന്നത്. ഓക്കെ, ബൈ, താങ്ക് യു. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എന്ത് അയക്കാൻ വാട്സാപ്പില് ഭ്രാന്തണ്ടടി. എന്താ?
എന്താ വെച്ചാല് ആഹാ നിങ്ങളുടെ പെങ്ങള് മാത്രം അങ്ങ് ഫേമസ് ആയാൽ മതിയോ? ഞാനും പ്രശസ്തയാവണ്ടേ? പ്രശസ്തയാവാൻ വേറെ എന്തൊക്കെ വഴിയുണ്ട്? അതിന് കഴിവ് വേണം. ഇതൊരു പുതിയ ട്രെൻഡാ. ആരെങ്കിലും എവിടെയെങ്കിലും നിൽക്കണേ ഇവിടുത്തെ ഫോട്ടോ എടുത്ത് അയക്കുക, വീഡിയോ എടുത്ത് അയക്കുക. ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന രക്ഷിക്കുന്നതിന് പകരം നേരെ പോയിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് അയച്ചിട്ട് അതിനകത്ത് ലൈക്ക് മേടിക്കുക, എന്നിട്ട് അങ്ങ് പ്രശസ്തനാവുക. കണ്ടില്ല ആ പ്രളയത്തിൽ കിടന്ന് ഒരു അച്ഛൻ കിടന്ന് വിളിക്കുന്നു, മക്കളെല്ലാം ഒഴുകി പോകുന്നു, എന്റെ മോനെങ്കിലും രക്ഷിക്കുന്നു പറഞ്ഞപ്പോൾ ആളുകൾ കൈ കൊടുത്തോണ്ടിരിക്കുക. ഒരുത്താടെ എന്നിട്ട് അത് എടുത്തോണ്ടിരിക്കുക. അവനോട് പോയി ഒരു കൈ കൊടുത്തിരുന്നെങ്കില ഒരു കൈ സഹായമല്ലായിരുന്നോ? ഇതാണ് ഇപ്പോഴത്തെ കുഴപ്പം. പ്രശസ്തരാവണം. നിനക്ക് ഭ്രാന്താണ്. നിനക്ക് ഈ മാലയ്ക്കെന്താ കുഴപ്പം? മാലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കളർ പോകുന്നില്ലേ? പിന്നെ കളർ പോകുന്നില്ലേ എന്നത്ത് പറഞ്ഞത്? അതിപ്പോ ആരും വന്ന് നോക്കാനൊന്നും പോണില്ലല്ലോ. എന്റെ ദൈവമേ, എടി ഇതിന്റെ ആൾക്കാരൊന്ന് പരാതിപ്പെട്ട് നീ അകത്തായി പോവും. അയ്യോ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞാൽ വിടുന്നത്. അവരെങ്ങനെ ഇതിന്ന് ഊരാന്ന് പറഞ്ഞ ആലോചിച്ചോണ്ടിരിക്കുക. 5 പൈസയുടെ ബുദ്ധിമുട്ടാണ് എനിക്ക്. അവിടെ ഇങ്ങനെ ചെയ്യോ? ഇല്ല, എനിക്ക് ബുദ്ധിയില്ല. ഞാൻ ഇല്ല. സമ്മതിച്ചു. സമ്മതിക്കണം. ഞാൻ അയക്കുന്നില്ല. തീർന്നു. അയക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ സ്നേഹിച്ചോണ്ടിരുന്നാ മതി. ഇനി ഇന്ന് രാത്രി മൊത്തം ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. രാത്രി തന്നെ നാളെ പറയൂ. എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും. നിനക്ക് ബുദ്ധിയില്ല, ബുദ്ധിയില്ല, ബുദ്ധിയില്ല. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വ്യാജ അരിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ച തങ്കം ചേച്ചിയുടെയും ഭർത്താവിന്റെയും കൂടെയാണ്. പറയൂ, എന്താണ് ഇങ്ങനെ പ്രതികരിക്കാനുള്ള ചേതോ വികാരം? അത് നമ്മള് സമൂഹത്തിൽ സാറിനോടല്ല, ചേച്ചിയോടാണ്. നീ പറഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ അച്ഛൻ ഞങ്ങളെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ട് ഉള്ളത്. അപ്പോൾ അച്ഛൻ ഞങ്ങൾ കാശ്മീരിലായിരുന്നപ്പോൾ ഞങ്ങൾ അച്ഛൻ യുദ്ധത്തിന് പോകുമ്പോൾ ഞാനും ഒക്കെ പോവാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം പിന്നെ ഇതിൻ്റെ ശരിക്കുള്ള ഊർജം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവാണ്, പ്രമുഖനാണ്. അപ്പം അങ്ങനെയാണ് ഞാനിങ്ങനെ ആയത്. ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞോട്ടെ, എനിക്ക് പറയാനുള്ളത് എവിടെ അഴിമതി കണ്ടാലും ഞാൻ അതിനെതിരെ പ്രതികരിക്കും. അങ്ങനെ ഒരു സ്വഭാവമാണ് എനിക്കുള്ള സ്വഭാവം. മാത്രമല്ല അത് പിന്നെ എൻ്റെ ഊർജ്ജം ഭാര്യയാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിക്കാറുള്ളത്. അപ്പോൾ സാറാണ് ഈ വീഡിയോ വാട്സപ്പിലും FB-യിൽ അപ്ലോഡ് ചെയ്തത്? ആണ്, 100% ഞാൻ തന്നെയാണ്. അതെ, ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി ആഹോരാത്രം പ്രയത്നിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം കണ്ട എനിക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. ഞാൻ പ്രതികരിക്കും, ശക്തമായിട്ട് പ്രതികരിക്കും. ഇതുപോലുള്ള വ്യാജന്മാർക്കെതിരെ ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്. പിന്നെ ഇങ്ങനെയുള്ള വിഷങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത് എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കണേ? അതൊന്നും നമ്മൾക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. ഈ സമരം ഞാനും എൻ്റെ പാർട്ടിയും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കുറ്റവാളികൾക്കെതിരെ പോരാടാൻ സാറിന് ഭയമില്ലേ? ഭയമോ? എന്താണ് കുട്ടി ഈ പറയുന്നത്? ഈ സംഭവം ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കഴിഞ്ഞ പിന്നെ എനിക്ക് ശത്രുക്കൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ നോക്കാറില്ല. ധീരന്മാർ ഒരു വട്ടം മരിക്കൂ, ഭീരുക്കളുണ്ടല്ലോ ഇഷ്ടംപോലെ പ്രാവശ്യം മരിക്കും. അതുകൊണ്ട് ഞാനിത് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടേ അടങ്ങിയിരിക്കും. ശരി സാർ, ബാക്കി വൈകിട്ട്. സാറും ഭാര്യയും വരില്ലേ വൈകിട്ട് സ്റ്റുഡിയോയിൽ? എന്തോ സാറും ഭാര്യയും വരില്ലേ വൈകിട്ട് സ്റ്റുഡിയോയിൽ? വൈകുന്നേരം വരും. പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? എടി വൈകുന്നേരം നമ്മൾ ചാനലിൽ അവിടെ പോയിരുന്ന ഈ കോളത്തിനകത്ത് ആളുകൾ ഇരുന്ന് വർത്താനം പറയൂലേ? എന്താ പേര്? ന്യൂസ് അത് തന്നെ. അതിൽ നിന്ന് 2 കുളത്തിൽ നമ്മളായിരിക്കുന്നത്. വരാം. വരും ഞങ്ങൾ വരും. പിന്നെ എങ്ങനെയുണ്ട് മോനെ, നല്ലതായിട്ട് പിടിച്ചില്ലേ? പൈസ തന്നെ ആരും ചോദിച്ചു നോക്ക്. അത് ഇവരല്ല അത് മറ്റേ യൂട്യൂബുകാരാണ്. ഇവരല്ല ഇത് ചാനല്. ശരി, ചായ വല്ല കുടിക്കണ്ട? വേണ്ട, നന്നായി, താങ്ക്സ് കേട്ടോ. കാണാം. വൈകിട്ട് വണ്ടി വിട്ടുവരുമല്ലോ അല്ലേ? ശരി. ഇത് TV-യിൽ വന്ന ദിവസം നമ്മളോട് നേരത്തെ പറയൂ. പിന്നെ നമ്മളോട് പറയാതിരിക്കും. ഇതിപ്പോൾ ഒരുപാട് ദിവസമല്ലേ, ചിലപ്പോൾ ഇന്നോ നാളെ വരും. എനിക്കെന്നാ രാഗിണീനൊന്ന് വിളിച്ച് പറയണം. അതൊക്കെ പറഞ്ഞു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ഇപ്പം ലോകം മുഴുവനും ഒരു ഇളക്കം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എടി ചിലപ്പോൾ എനിക്ക് ഡൽഹി പോകേണ്ടി വരും കേട്ടോ. ഡൽഹി പോണേ? അവര് നമ്മൾക്ക് അവിടെ ഒരു സ്വീകരണം തരണമെന്ന് പറഞ്ഞേക്കുക. ഡൽഹിയിലോ? നിന്നെ കൊണ്ടുവേണ്ടി വരും. എന്നുവെച്ചാൽ പാർട്ടിക്ക് അങ്ങനെ ഒരു മൈലേജ് ഉണ്ടായില്ലേ? അയ്യോ. പിന്നെ മറ്റേ ചാനലുകാർ അവിടെ ചെല്ലണം. സാരി മാറ്റും. പിന്നെ മറ്റേ പച്ച നീല വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. വേറെ ഏതെങ്കിലും കളർ കൊടുത്തോ? വേറെ കളർ ചുമപ്പ് കൊടുക്കാം. ഏതെടുത്തോ? ഹലോ, അതെ ക്ലീറ്റസ് ആണ്. എപ്പോ എന്ത് എങ്ങനെ
അയ്യോ ക്ലീറ്റോ എന്താ പറ്റി ക്ലീറ്റോ അയ്യോ കനക എടാ ക്ലീറ്റോ ക്ലീറ്റോ അയ്യോ കനക ഓടി വന്നേ അയ്യോ ഇതെന്താ പറ്റി ക്ലീറ്റോ അയ്യോ ക്ലീറ്റോ എടാ ഇങ്ങോട്ട് വാ എഴുന്നേക്ക് ക്ലീറ്റോ കനക നീ പേടിയാവുന്നു ക്ലീറ്റോ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ അകത്തോട്ട് ക്ലീറ്റോ ആരോട് ഫോണിൽ സംസാരിക്കണുണ്ട് അത് കഴിഞ്ഞ് ഒച്ചയായിട്ട് വന്ന് നോക്കിയപ്പോഴത്തേനും നീ വീണ് കിടക്കുന്നു ക്ലീറ്റോ അല്ല ഞാൻ ക്ലീറ്റസ് അല്ല അളിയനാ കനകൻ അല്ല സാർ അത് അതെ ഞാൻ തിരികെ വിളിക്കാം സാർ നമുക്ക് ആശുപത്രി ആരാ വിളിച്ചേ ആ ഗ്രീൻ റൈസ് കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാ 20 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് നിങ്ങള് എന്തിനാ ആ കമ്പനിക്കെതിരെ നിങ്ങൾ ദുഷ്പ്രചരണം നടത്തിയത് എന്ത് ദുഷ്പ്രചരണം സത്യല്ലേ നമ്മൾ പറഞ്ഞു എന്ത് സത്യം അവരുടെ അരി കൊള്ളൂല അവരുടെ അരി അവരുടെ അരി അല്ലെന്ന് അവർ പറയുന്നത് അത് വേറെ ഏതോ കമ്പനിയുടെ അരിയാണെന്നും നിങ്ങൾ അവരുടെ ബിനാമിയാണെന്നും അവരെ മോശപ്പെടുത്താനായിട്ടാണ് നിങ്ങൾ പോസ്റ്റ് ഇട്ടെന്നാ പറയുന്നത് അയ്യോ സത്യം ഇനി എന്താ ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല തങ്കം നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവന്റെ തരികട പരിപാടിയൊക്കെ കൂട്ടി നിൽക്കരുതെന്ന് ഇനി ഒന്നുമില്ല 20 കോടി കൊണ്ട് അങ്ങോട്ട് അടക്കി അല്ലെങ്കിൽ 2 പേരും കൂടെ പോയി ജയിലിൽ കിടക്ക് ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ കാര്യം അനുഭവിക്കാൻ നല്ല എന്റെ പൈസ ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പൈസ ഇല്ല ഞാൻ കോടീശ്വരനല്ല നിന്റെ അടുത്ത് നീ അവിടെ ധീരന്മാരെ ഭീരുക്കളെ കാര്യം പറഞ്ഞല്ലോ ധീരന്മാർ ബോധം കെടില്ല ഭീരുക്കളെ ബോധം കെടൂ പലവട്ടം